ാണ് ഞങ്ങളുടെ വേദിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കാരണം ഇത്രയും അനുഗ്രഹീതമായിട്ടൊരു വേദി ഇവിടെ എല്ലാവരും അത്രയും ഭംഗിയായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നൊരു പരിപാടി. ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം വൈകി, എന്നാലും നല്ലൊരു കയ്യടി. പ്രിയപ്പെട്ട കലാകാരൻ രഞ്ജു ചാലക്കുടി കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് രഞ്ജുഭായിയുടെ കയ്യിൽ നിന്ന് കേൾക്കാം. രഞ്ജുഭായ്, ഞങ്ങൾ യാദൃശ്യമായിട്ട് വന്നതാണ്. ഷിബു ഭായ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടക്കണമെന്ന് അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ബർമൂഡ ഇട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂമിൽ മുണ്ട് ഞാൻ ചോദിച്ചു മേടിച്ചു. ആ തെയ്യം കളിച്ച ആളുടെ മുണ്ട് ഞാൻ ഊരി മേടിച്ചിട്ട് ഞാൻ അത് ഇട്ടേക്കണേ. അപ്പോൾ വേറെ ഒന്നും തോന്നരുത്, ഉള്ളതുപോലെ പറയണം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഉള്ളത് പറഞ്ഞത്. ഞാൻ എന്നെ ഇങ്ങനെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെറിയ ചാനലുകളിലൂടെയൊക്കെ ചെറിയ കലാപരിപാടികളും മിമിക്രികളും ഒക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു കലാകാരനാണ്. എൻ്റെ പേര് രഞ്ജു ചാലക്കുടി എന്നാണ് എൻ്റെ പേര്. ഞാൻ ഏറ്റവും കൂടുതലും ചെയ്യാറുള്ളത്, ഷിബു എന്താണ് ഞാൻ ഏറ്റവും കൂടുതലും ചെയ്യാറുള്ളത്? അത് എല്ലാവർക്കും അറിയാം ആണോ? ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് നാടൻ പാട്ട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഈ ഇങ്ങനൊരു സംരംഭം ഞങ്ങളെപ്പോലുള്ള ഷൈജുവിനെ പോലെയും എന്നെപ്പോലും ഷിബുവിനെ പോലെയൊക്കെയുള്ള ഞങ്ങളുള്ള കലാകാരന്മാരെ പോലെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു വഴിത്തിരിവൊരുക്കിയ മണിച്ചേട്ടൻ്റെ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റേജിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെല്ലാവരും മണിച്ചേട്ടന് നല്ലൊരു മണിച്ചേട്ടൻ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു കയ്യടി മണിച്ചേട്ടൻ ആദ്യം കൊടുക്കണം. മണിച്ചേട്ടനാണ് കൊടുക്കേണ്ടത് ആദ്യത്തെ കയ്യടി. ഇത് എന്താ പറയുക, ഷിബുവിന് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ടേ ഞങ്ങൾ കരുതണുള്ളൂ. ഇനി എനിക്ക് എന്താണോ ഷിബുവിൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് കിട്ടണം എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു ശബ്ദം ഒന്ന് ചെയ്യാം ആദ്യം, അല്ലേ? JP ജംഗ്ഷൻ എന്ന പ്രോഗ്രാമിൽ മണിച്ചേട്ടനും ജോൺ ബ്രിട്ടസ് സാറും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് മോഡുലേഷൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം പ്രേക്ഷകരെല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി ഒരു കൈയടി തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൈരളി TV-യിലെ JP ജംഗ്ഷൻ കണ്ടിട്ടുള്ള പ്രേക്ഷകർ ഇവിടെ ഉണ്ടോ? എല്ലാവരും. അതിനു മുൻപൊരു കാര്യം എടുത്തു ചോദിക്കുകയാണ്. ഇതുപോലെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അറിയണം. അതിനുവേണ്ടി ആദ്യം വേണ്ടത് ഒരു ആരവും ഒച്ചയൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും ഉറക്കൊന്ന് കൂവിയേ, എല്ലാവരും കൂടി പോരാ, എല്ലാവരും കൂവണം, ആരോഗ്യത്തോടു കൂടി ആ കൂവിക്കൊണ്ട് കൈയടിച്ച് എല്ലാവരും കൂടി. ഈ കയ്യടിയും കൂവലും ബഹളം ഒച്ചയും ആരും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു പ്രോഗ്രാമിൻ്റെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പം എന്തായാലും JP ജംഗ്ഷനിലെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. JP ജംഗ്ഷൻ. എല്ലാ മഞ്ഞ പ്രേക്ഷകർക്കും JP ജംഗ്ഷനിലേക്ക് സ്വാഗതം. മണി, എന്തൊക്കെയുണ്ട് മണി ചാലക്കുടിയിലെ വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എല്ലാ വിശേഷവും എല്ലാവർക്കും അറിയാം. കാരണം നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ എന്നെ ഓർക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്തായാലും നാടൻ പാട്ടിനെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല അടിപൊളി മണിയെക്കുറിച്ച് മലയാളി പ്രേക്ഷകർക്കൊരു വല്ലാത്തൊരു സ്നേഹമാണ് സാറേ. ഞാൻ ഒരിക്കലും ഒരു താരത്തിൻ്റെ ഒരു ജാടയായിട്ട് പോകുന്ന ഒരാളല്ല. എന്നെ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഷെയ്ഖിൻ്റെ തന്നാൽ മതി. വെബ്സൈറ്റ് തുറന്നു നോക്കേണ്ട കാര്യമില്ല. ഒരു ഷെയ്ഖിൻ്റെ തന്നാൽ അറിയാം ഞാൻ ആരാ, എന്താ, എവിടെ നിന്ന് വന്ന ആളാന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു പാട്ട് മണി വരുമ്പോൾ ഒരു നാടൻ പാട്ടാണ്. ഒരു പാട്ട് പാടും കലാഭവൻ മണി. തീർച്ചയായിട്ടും. കാരണം നാടൻ പാട്ടില്ലാത്ത ഒരു പാട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു വേദിയിൽ ആദ്യം പാടുന്നൊരു പാട്ട് മുമ്പായി കുച്ചാണ്ട് എൻ്റെ പാനം കത്തണുമാ. കയ്യടി വന്നില്ല കേട്ടാ. വാഴല പൊട്ടിച്ച്
പാപ്പുണ്ടാക്കണുമാ. മണി താങ്ക് യു സോ മച്ച്. ജെപി ജംഗ്ഷനിലേക്ക് വന്നതിന് 1000 നന്ദി. താങ്ക് യു സോ മച്ച് കലാഭവൻ മണി. അപ്പൊ ഇനി അത് രണ്ടു വാക്ക് ഷൈജു മോഹൻ. ഈ പറഞ്ഞ പോലെ നല്ലൊരു വേദിയിലേക്ക് എത്താൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു കാര്യം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ? പ്രേക്ഷകരുണ്ടാകുമ്പോഴാണ് നല്ലൊരു പാട്ടുകൾ ഉണ്ടാവുള്ളൂ. ഞങ്ങളെ പോലെയുള്ള ഒരുപാട് കലാകാരന്മാർ ഇവിടെ എല്ലാവർക്കും അവസരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്രേക്ഷകർക്കും വലിയൊരു നന്ദി പറയാണ്. കോടായിരം നന്ദി. അപ്പോൾ നല്ലൊരു പാട്ട് എന്തായാലും രഞ്ജു ഭായി പാടണം. ഇദ്ദേഹം ആരാണ് എന്ന് ഒന്നും കൂടി വ്യക്തമാക്കാണ്. കരിങ്കാളി എന്നിപ്പോ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധായകനാണ് ഈ നിൽക്കുന്ന ഷൈജു അവറാൻ. നിങ്ങൾ കേട്ട അനൂപ് പുതിയടത്ത് പാടിയ ആ ഗാനത്തിന്റെ സംഗീത സംവിധായകനാണ്. കണ്ണൻ മംഗലത്താണ് അതിന്റെ വരികൾ രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്താൻ എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ എവിടേക്കോ പോയി റൂട്ട് മാപ്പ് നോക്കി ഞങ്ങൾ ഗൂഗിളിൽ പ്ലേ ചെയ്ത് അമ്മായിനെ നോക്കി അമ്മായിയുടെ വർത്തമാനം കേട്ട് ഞങ്ങൾ ഏതോ റൂട്ടിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ തിരിഞ്ഞ് പഴഞ്ഞ് അങ്ങനെയാണ് എത്തിയത്. അപ്പം എന്തായാലും യാദൃശ്യമായിട്ട് വന്ന കലാകാരന്മാരാണെങ്കിൽ പോലും ഒരു ചെറിയ കയ്യടി ഞങ്ങൾക്കൊക്കെ വേണമെങ്കിൽ തരാട്ടെ. ഓക്കെ, അപ്പോൾ ഒരു 2 വരി പാട്ട് പാടാം. ഓക്കെ, ഞാൻ എന്ത് പാട്ടാണ് പാടണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ പറയണ പാട്ട് ഞാൻ പാടാം. ഏതാണ് പാടേണ്ടതെന്ന് പറഞ്ഞാൽ പാടാം. ഞാൻ മടിച്ചേണ്ട പാട്ടാണ് ഏറ്റവും കൂടുതലും പാടാറുള്ളത്. ഏത് പാട്ട് ആദ്യം പാടണം? ഏതാണ് പാടേണ്ടത്? ഇപ്പോഴും മുലപൊടി മാറിയില്ല. ആളാണ് ഓടണ്ട വരുത്തന്റെ പമ്മൊളിച്ച് ചാടിയ എല്ലാരും കൂടെ പോകണം. വരുത്തന്റെ പമ്മൊളിച്ച് ചാടിയ പലരും പാടാൻ മടിക്കുന്നൊരു വരിയാണത്. കണ്ണിമാങ്ങ പ്രായത്തിൽ വരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം തുറന്നു പറയാം. നിങ്ങൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ രാജസ്ഥാൻ സിമന്റിന്റെ പരസ്യം പോലെ വെറുതെ നോക്കി കുത്തിരിക്കുക. ഇതൊക്കെ കണ്ണൂരും കോഴിക്കോടൊക്കെ പോയി പാടി കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ കയ്യടിക്കാൻ തുടങ്ങി. കയ്യടിച്ചെന്നെ കൂടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരില്ല. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരില്ല. റോഡാണ് ചേട്ടോ ഒറ്റപ്പടിത്താലോ കാലം കടന്നാലോ കാണാം എന്നുടെ വീടാടിയേ. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരില്ല.
കൂസത്തിന്റെ ദുഷ്ടന് മാത്രമേ ശത്രുവും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുടെ നമ്മുടെ നാട്ടിലെ അവർക്കെതിരെ ഒരു ചെകുത്താനേലും വേണ്ടേ? തനിക്കറിയാമോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ട ഇതുവരെ എത്തിയത്. ഇപ്പൊ പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ്സുണ്ട്. CI മോഹൻദാസന്റെ മെക്കെട്ട് ഇറങ്ങുന്നോണ്ടാ അവനെ കൊന്നത്. ഇനി അതിനെതിരെ താനും കൂടി കോടതിയിൽ സാക്ഷി ഒന്നും പറയാൻ പോണ്ട. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൂടി തന്നെയായിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ച് നിൽക്കുമ്പോൾ എൻ്റെ മകനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കണ്ണിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുള്ള പറഞ്ഞ വാക്കല്ല. അരണം പാടേണം എനിക്കിന്ന് പാടി കുടിക്കണോ, എനിക്കിന്ന് പാടി കുടിക്കണോ, അരണം പാടേണം എനിക്കിന്ന് പാടി കുടിക്കണോ, എനിക്കിന്ന് പാടി കുടിക്കണോ. കടക്കോട്ട് പോയപ്പോ മാവുമ്പ മാങ്ങ തുസിമ കൊണ്ടാരോ, കടക്കോട്ട് പോയപ്പോ മാവുമ്പ മാങ്ങ തുസിമ കൊണ്ടാരോ, തെക്കോട്ട് പോയപ്പോ മാവുമ്പ കണ്ണേ തുസിമ കൊണ്ടാരോ, തെക്കോട്ട് പോയപ്പോ മാവുമ്പ കണ്ണേ തുസിമ കൊണ്ടാരോ. അതിലെന്താ താതിലെന്താ താതിലെന്താ ദയന്തരാ, താതിലെന്താ 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 ദയന്തരാ, താതിലെന്താ 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 ദയന്തരാ, താതിലെന്താ 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 ദയന്തരാ. ഞാൻ ഉന്നലിയൻ കൂടി, ഞാൻ ഉന്നലിയൻ കൂടി, ഞാൻ ഉന്നലിയൻ കൂടി. ഇതിന് ഫാസ്റ്റ് പോലെ ഒരു കൈയുടെ വരും വെറുതെ ചുമ്മാ. ഞാൻ ഉന്നലിയൻ കൂടി വിട്ട് വരമ്പ പോകുമ്പോ വിട്ട് വരമ്പത്തൊരു ചടങ്ങ. ഞാൻ ഉന്നലിയൻ കൂടി വിട്ട് വരമ്പ പോകുമ്പോ വിട്ടു വരമ്പത്തൊരു ചടങ്ങ. എന്നെ കാട്ടി മഞ്ഞ കുഞ്ഞാത്തറ കുഞ്ഞിപ്പട്ട തന്നെ നമ്മൾ കൊണ്ടുപോകും പോയപ്പോ താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്. കയ്യിൽ മൊബൈൽ സെൽഫി ലൈറ്റുള്ള എല്ലാ പ്രേക്ഷകരും ആ ലൈറ്റ് ഓൺ ചെയ്ത് ഒന്ന് ഉയർത്തിപ്പിടിക്കണം എന്നൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. കയ്യിൽ മൊബൈലിൻ്റെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴുള്ള സെൽഫി ലൈറ്റ്സുകൾ ഒന്ന് ഓൺ ചെയ്ത് ഒന്ന് ഉയർത്തിപ്പിടിക്കണം. മാക്സിമം എല്ലാ പ്രേക്ഷകരും ഇതൊരു ട്രിബ്യൂട്ടായിട്ട് കാണണം. ഞങ്ങൾ നാടൻ പാട്ടുകാരുടെ മണിച്ചേട്ടിന് കൊടുക്കുന്ന ഏറ്റവും ഒരു ട്രിബ്യൂട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, ബാക്കിലേക്ക് നോക്കി കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ഉള്ള ആൾക്കാരും മുഴുവനൊന്ന് മാക്സിമം എല്ലാ പ്രേക്ഷകരും ഒന്ന് ഉയർത്തിപ്പിടിക്കണം. മാക്സിമം ആൾക്കാർ പോരട്ടെ. ഇതുപോലെ കലാഭവൻ മണിയേട്ടനോടുള്ള സ്നേഹമാണ് ഈ ഒരു സെൽഫി ലൈറ്റിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ് ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ ഞങ്ങൾ ധരിക്കുക. മാക്സിമം എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കൂടി പോരട്ടെ. ഇതുപോലെ താങ്ക് യു. ഇനി ഉള്ള ആൾക്കാർ മുഴുവൻ ഉയർത്തിപ്പിടിക്കണം. ഓക്കെ. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനോ വന്നോട്ടെ. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടവും കളയരുതേ, നിഴലുകൾ പറ്റി കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങു വെട്ടോ. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. താങ്ക് യു സോ മച്ച്.
എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ്മെൻറ്റ് ആയി, എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ എത്താൻ സാധിച്ചതിലും നമ്മുടെ ഷൈജുവിനോടൊപ്പം ഷിബുവിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചതിലും സർവീസിനോട് നന്ദിയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ഒരു കൈയടിയൊക്കെ വേണമെങ്കിൽ തരാം കേട്ടോ. പ്രിയപ്പെട്ടവർ നല്ലൊരു കൈയിലൂടെ നമുക്ക് ഇവരെ പ്രിയപ്പെട്ട കൂടപ്പുറങ്ങളെ പുറത്തേക്ക് ആനയിക്കാം. ഒരു പുറത്തുണ്ട്